എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്, ഒരു തീർത്ഥയാത്രയിൽ, പളനിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ തീർത്ഥയാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമുക്ക് യാത്ര തുടരാം. ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചത് പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. മലയാലപ്പുഴ അമ്പലത്തിനടുത്ത് നിന്നാണ്. മലയാലപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ മുതൽ പളനി വരെ ഏതാണ്ട് 280 കിലോമീറ്ററിനടുത്തുണ്ട്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ വഴിയാണ്. ഈ റോഡ് നല്ല രീതിയിൽ വീതി കൂട്ടി പണിതതിന് ശേഷം ഇതിലെ യാത്ര ചെയ്യുന്നത് തന്നെ വളരെ രസകരമായ ഒരു അനുഭവമാണ്. ഇപ്പോൾ നമ്മൾ പ്ലാച്ചേരി ഭാഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്ലാച്ചേരിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത്. നമ്മളിനി ഇവിടെ വന്നതിന് ശേഷം റൈറ്റിലേക്ക് തിരിഞ്ഞ് എരുമേലി റൂട്ട് പിടിച്ചാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പ്ലാച്ചേരി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഒരു കാര്യം നമ്മുടെ ഗ്രാമഫോൺ കുടുംബാംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. തുടക്കത്തിൽ ആ കാര്യം പറയേണ്ടതായിരുന്നു, പക്ഷേ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറഞ്ഞു വന്ന സമയത്ത് അത് പറയാൻ വിട്ടുപോയി. എങ്കിലും ഇപ്പോഴങ്ങ് പറയുകയാണ്. ഇതിനകത്ത് പളനിയിൽ പോയി തലമുട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 4 പേര് പോകുന്നത്, എൻ്റെ ഭാര്യ ഒഴികെ ബാക്കി എല്ലാവരും. അപ്പോൾ അതിനകത്ത് പലർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മകൾക്ക് 13 വയസ്സ് കഴിഞ്ഞു. അവൾ വലിയ കരച്ചിലും വലിയ ബഹളങ്ങളുമാണ്. അവിടെ തലമുട്ടയടിക്കണ്ട, വേണമെങ്കിൽ ഒരല്പം മുടി മുറിച്ചാൽ മതി എന്നും പറഞ്ഞൊരു ബഹളം. കുഞ്ഞുമോൾ, അവൾക്കും ചെറിയൊരു മനപ്രയാസമൊക്കെ ഉണ്ട് തലമുട്ടയടിക്കുന്നതിൽ. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞുങ്ങളൊക്കെ ആകുന്നത്. ആയ സമയത്ത് ആദ്യത്തേത് ട്വിൻസാണ്, ഒരു മോനും ഒരു മോളും. ഇപ്പോൾ അവർക്ക് 13 വയസ്സുമായി. ഈ സമയത്താണ് നമുക്ക് പളനിയിൽ പോകാനും തലമുട്ടയടിക്കാനുമൊക്കെ ഉള്ള ഒരു വഴിപാട് പറഞ്ഞതാണ്. ആ വഴിപാട് ചെയ്യാൻ ഇപ്പോഴാണ് പറ്റിയത്. അങ്ങനെ നമ്മൾ എരുമേലി അമ്പലത്തിനടുത്തെത്തി. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി യാത്രയിൽ പറയാം. എരുമേലി ജംഗ്ഷനിലേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് എരുമേലി അയ്യപ്പസ്വാമി ക്ഷേത്രം ആണ്. ഇതാണ് അയ്യപ്പസ്വാമി ക്ഷേത്രം. അവിടെ ഞങ്ങൾ വാഹനം നിർത്തി അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടരുന്നത്. മലയാള മാസം 1-ാം തീയതി സമയമായത് കാരണം ശബരിമല തീർത്ഥാടകരായിട്ടുള്ള കുറേ ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളീ പോകുന്ന വഴിയിലും തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ കാണാൻ പറ്റി. ഈ കാണുന്ന ഭാഗങ്ങളാണ് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണിത്. ഈ ഭാഗത്ത് എവിടെയോ ആണ് പുതിയ എയർപോർട്ട് വരുന്നതായിട്ട് ഇങ്ങനെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ഈ എരുമേലി ഭാഗത്ത് പുതിയ ഒരു എയർപോർട്ട് വരുന്നുണ്ട്, ചെറുവള്ളി എസ്റ്റേറ്റിലാണ് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. അത് ഈ ഭാഗത്ത് എവിടെയോ ആണ്. ഇതെല്ലാം ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് കോട്ടയം കുമളി റോഡ് വഴിയാണ്. കോട്ടയം കുമളി റോഡിൽ രാവിലത്തെ സമയത്ത് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു, പക്ഷേ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും പറ്റിയില്ല. അത് സൂര്യപ്രകാശം നേരെ അടിക്കുന്നത് മുഖത്തേക്കാണ്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ പെരുവന്താനത്തെത്തിയിട്ടുണ്ട്. പെരുവന്താനത്തിൻ്റെ മനോഹാരിതയാണ് ഈ കാണുന്നത്. ഇതും ഇവിടുത്തെ മഞ്ഞ് അല്പം കുറവായിട്ടുണ്ടെന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ടും മഞ്ഞ് മാറിയിട്ടില്ല. മഞ്ഞ് മാറിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടൊക്കെ പ്രയോജനമുള്ളൂ. ഇതിപ്പോൾ ഒരു മങ്ങൽ മാതിരിയേ കാണത്തുള്ളൂ മഞ്ഞ് കാരണം. തന്നെയല്ല, സൂര്യപ്രകാശത്തിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടിവിടെ. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കാണാൻ ഞാൻ നിങ്ങളെ നേരിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. കാരണം അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാനുള്ളത് വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാഴ്ചകളൊക്കെ. വെള്ളമില്ലെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ധാരാളം അവിടെ വാഹനങ്ങൾ നിർത്തി ആ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കും വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് ചിലവഴിക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് കാണാം. വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണ്. വളഞ്ഞെങ്ങാനമാണ് ഈ ഭാഗം. ഇവിടെ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പേരിന് മാത്രമേ ഉള്ളൂ വെള്ളച്ചാട്ടം. ഒരു ശകലം വെള്ളം മാത്രമേ ഉള്ളൂ. മഴ കുറവാണെന്ന് തോന്നുന്നു ഇവിടെ. അതാണ് വെള്ളച്ചാട്ടം. വെള്ളം കുറവാണ് ഇവിടെ ഇപ്പം. എങ്കിലും ഈ ഭാഗത്ത് വരുന്ന ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി ഒന്ന് കാണാറുണ്ട്. വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് വന്ന് ഇവിടെ ഇറങ്ങാറുണ്ട്. പക്ഷെ വെള്ളം ഇപ്പം വളരെ കുറവാണ്.
താഴെ ഒന്ന് രണ്ട് ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. അപ്പം താപ്പോട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഈ ഭാഗത്ത് വരുന്ന ആളുകൾ വാഹനങ്ങളെല്ലാം നിർത്തി ഈ വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് നിർത്തുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയും നല്ല കാലാവസ്ഥ, നല്ല തണുത്ത കാലാവസ്ഥ. ഒരു 19 ഡിഗ്രി കൊല്ലം കാണും ഇവിടെ ചൂട്. അത്രയും തന്നെ ഉണ്ടാകുമോയെന്നറിയില്ല. നല്ല തണുത്ത കാലാവസ്ഥ, തണുപ്പൻ കാലാവസ്ഥ. കടകളിലൊക്കെ നല്ല കച്ചവടമുണ്ട്. ചെറിയ ചെറിയ കടകളാണ് ഈ ഭാഗത്തുള്ളതെല്ലാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു. അതും ഈ ഭാഗത്ത് എവിടെയെങ്കിലും സൈഡ് ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പക്ഷേ ഇവിടെ റോഡിന് ചില ഭാഗങ്ങളിലൊക്കെ വീതി വളരെ കുറവാണ്. ഈ വളവിനും ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട സൈഡിൽ മാത്രമേ ഉള്ളൂ വീതി കൂടുതൽ. എന്തായാലും നല്ല രസമാണ് ഈ ഭാഗങ്ങളെ കാണാൻ. അങ്ങ് വെള്ളച്ചാട്ടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം മുട്ട നിൽക്കുന്ന വലിയ മലകളാണ്. തെങ്ങും അതുപോലെ കമുക് പോലെ തോന്നിക്കുന്ന ഒരു മരം, ഒന്നല്ല 4 മരം നിൽക്കുന്നത്. എന്താണെന്നൊരു പിടിയുമില്ല. അറിയാവുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്തായിരുന്നു എന്ത് മരമാണെന്ന്. അങ്ങനെ നമ്മൾ വളഞ്ഞങ്ങാനത്ത് നിന്ന് വീണ്ടും യാത്ര തുടരുന്നു. അപ്പോൾ നമ്മൾ പളനി യാത്രയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെരുവന്താനത്തിൻ്റെ വിശേഷങ്ങളെപ്പറ്റിയും അതുപോലെ വളഞ്ഞങ്ങാനത്തിൻ്റെ വിശേഷങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോൾ പളനി വിശേഷങ്ങളെപ്പറ്റി തന്നെ പറയാം. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ പലപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് വർഷത്തിൽ 1 മാസത്തെ ലീവിനാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് പളനി പോക്ക് അങ്ങനെ നടക്കാതെ വന്നു. പിന്നെ അതിനുശേഷം കോവിഡായി. കോവിഡ് സമയത്ത് 2 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വന്നത്. കോവിഡൊക്കെ പിടിവിട്ടു. അങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരുന്നത്. ആ സമയത്തും പോക്ക് നടന്നില്ല. കാരണം മറ്റേ സ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് 7 ദിവസം അവിടെ ക്വാറൻറ്റൈൻ, 7 ദിവസം ഇവിടെ ക്വാറൻറ്റൈൻ, അങ്ങനെ തന്നെ 14 ദിവസം അങ്ങ് പോകും. അങ്ങനെ വീണ്ടും അടുത്ത ലീവിന് വന്ന സമയത്തും നാട്ടിലെല്ലാം കോവിഡിൻ്റെ സമയമാണ്. അപ്പോൾ ആ സമയത്തും പോക്ക് നടന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ആയാലും ഇപ്പോൾ ഇത്രയും പ്രായമായി, കുഞ്ഞുങ്ങൾക്ക് 13 വയസ്സായി. ഇപ്പോഴാണ് പോകാനുള്ള ഒരു അവസരം ലഭിച്ചത്. അതുമാത്രമല്ല, ഇപ്പം ലോങ് ലീവിലാണ്. അപ്പം 13 വയസ്സുള്ള ഒരാളിന് ഏകദേശമൊക്കെ മുടിയൊക്കെ ആയിട്ടുണ്ട്. അവൾക്ക് ആ മുടി മുറിക്കുന്നതിനോട് അവൾക്കും വലിയ സങ്കടം, അവളെക്കാളും വലിയ സങ്കടം ഞങ്ങൾക്കും ഉണ്ട്. ഇത്രയും ഒക്കെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മുടി മുറിച്ച് തലമുട്ടയടിച്ച് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് സമൂഹമല്ല, അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവളെ കളിയാക്കും എന്നൊക്കെയുള്ള ഒരു മുട്ടയെന്നൊക്കെ വിളിക്കും എന്നുള്ള ഒരു ഭയമാണ് മോൾക്കുള്ളത്. അത് ഞങ്ങൾക്കുമുണ്ട്. മറ്റു കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ നമ്മൾ പളനിയിൽ പോയതാണോ അങ്ങനെ വഴിപാട് പറഞ്ഞതാണോ എന്നൊന്നും അവർക്കും അറിയില്ലല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരിങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് കേൾക്കുന്ന ആളിന് എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഈ അവരെ കളിയാക്കുന്നവർക്ക് അറിയില്ലല്ലോ. എന്തായാലും പളനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലട്ടെ, അവിടെ ചെന്നതിന് ശേഷം തീരുമാനിക്കാം കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പം നമ്മുടെ ഈ കൊച്ചി യാത്രയിൽ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഓരോരുത്തരും നമ്മളോടൊപ്പം ഉണ്ടാകണം. നിങ്ങളാണ് നമ്മുടെ ശക്തി. എനിക്ക് വീഡിയോ എടുത്തോ അല്ലെങ്കിൽ വീഡിയോയിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നും യാതൊരുവിധ പരിചയവുമില്ല. ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. എങ്കിലേ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കുറേ കൂടെ ക്ലിയറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു തരിക. അപ്പോൾ അങ്ങനെ നമ്മൾ കുമളി എത്താറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുമളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് യാത്ര തുടരാം. കുമളി ഈ പ്രദേശത്തെ ഒരു വലിയ ടൗണാണ്. കുമളി കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്തുള്ളത് കമ്പം, തേനി സൈഡൊക്കെയാണ്. ഈ കമ്പത്തേക്കായാലും തേനിയേക്കായാലും ഒക്കെ വലിയൊരു ടൗണാണ് നമ്മുടെ കുമളി. ഈ ഭാഗമാണ് കുമളി ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത്. കുമളി ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് തന്നെയാണ് ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത്. അത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റും ഉണ്ട്, അവിടെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും ഉണ്ട്. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ നേരെ അങ്ങോട്ട് കയറുന്നത് കമ്പം സൈഡിലേക്കാണ്. ലോവർ പെരിയാർ കമ്പം ഭാഗമാണ്. ലോവർ പെരിയാർ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു റൂട്ടാണ്. റോഡുകൾ ഭയങ്കര വളവും തിരിവുമുള്ള റോഡുകൾ, മുകളിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കാഴ്ചകൾ, അതുപോലെ വലിയ വെള്ളച്ചാട്ടങ്ങൾ. ഈ റോഡിൻ്റെ സൈഡിൽ നിറയെ കുരങ്ങുകളും ഒക്കെ ഇരിപ്പുണ്ട്.
അങ്ങനെ കാലാവസ്ഥയ്ക്ക് തന്നെ നല്ല മാറ്റമാണ്. വലിയ ചൂടൊന്നുമില്ലാത്ത ഒരുവിധം നല്ല തണുപ്പൻ കാലാവസ്ഥയാണ്. എല്ലാം കൊണ്ടും നല്ല പ്രകൃതി മനോഹാരിത കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണ് കുമളിയിൽ നിന്നും കമ്പത്തേക്കുള്ളത്. ആ റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടരുന്നത്. അങ്ങനെ നമ്മൾ ലോവർ പെരിയാറിലെ കാഴ്ചകളൊക്കെ കണ്ട് കമ്പം ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കമ്പം സൈഡിലോട്ട് എത്തുമ്പോൾ തന്നെ ധാരാളം തെങ്ങുകൾ, റോഡിൻ്റെ 2 സൈഡിലായിട്ടും തെങ്ങും തോപ്പ്, അതുപോലെ വാഴത്തോട്ടങ്ങൾ, അതുപോലെ കുറച്ച് മുന്നോട്ട് മാറി കഴിയുന്ന മുന്തിരിത്തോട്ടങ്ങൾ കൂടുതലും റോഡിൻ്റെ അവിടുന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ്. അതുപോലെ നെല്ലി, മാങ്ങ, മാവും തോട്ടങ്ങൾ എന്ന് വേണ്ട കൃഷികൾ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കമ്പം സൈഡിലോട്ട് വരണം. അതുപോലെ പച്ചക്കറികൾ നമുക്ക് വില കുറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുന്ന മാർക്കറ്റ് ഇവിടെ കമ്പത്തുമുണ്ട്, തേനിയിലുമുണ്ട്. നല്ല വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറികൾ കൂടുതലും ഇവിടുത്തെ ഈ മാർക്കറ്റുകളിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഈ മാർക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, കേരള രജിസ്ട്രേഷനിലുള്ള ചെറുതും വലുതുമായ ധാരാളം വാഹനങ്ങൾ ഇവിടെ പച്ചക്കറി എടുക്കാൻ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പിക്കപ്പുകൾ. അതുപോലെ മുന്തിരി നമുക്ക് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും. നല്ല ഫ്രഷ് മുന്തിരി, തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മുന്തിരി നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ കരിക്കുകൾ, നാളികേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെങ്ങിൻ തോപ്പിനകത്ത് തന്നെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതുപോലുള്ള കാഴ്ചയൊന്നും ഞാൻ വേറെ എവിടെയും കാണാത്തതിൻ്റെ പേരിൽ എനിക്കിതൊക്കെ ഒരു വലിയ അത്ഭുതങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ യാത്രയിൽ കുറേ സമയം വണ്ടിക്കകത്ത് കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ അത് കാരണം ഇടയ്ക്കുള്ള ഭാഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ പറ്റിയില്ല. നമ്മളങ്ങനെ പളനിയിലെത്തിയപ്പോഴാണ് പിന്നെ ഒന്ന് ഉണരുന്നത്. അപ്പം ഈ കാണുന്നതാണ് പളനിമല. അപ്പം പളനിയിൽ ചെന്നതിന് ശേഷം അമ്പലത്തിൻ്റെ ഭാഗത്തോട്ടൊന്നും മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ പറ്റത്തില്ല എന്നാണ് അറിവ്. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ, നമ്മുടെ ഡ്രൈവർ തന്നെ പറഞ്ഞു, മൊബൈൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവിടെ ചെക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ റോഡിൽ നിന്ന് പളനിമലയൊന്ന് ചിത്രീകരിക്കുകയാണ്. തന്നെയല്ല, ഞങ്ങൾക്ക് വഴി തെറ്റി കുറേ ദൂരം പോയി. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് പളനിയിലെ ശ്രീനാരായണ ധർമ്മ ആശ്രമത്തിൻ്റെ റൂമുകളാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ആശ്രമം ഞങ്ങൾക്ക് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ആശ്രമത്തിലേക്ക് വരാനുള്ള വഴി പലരോടും ചോദിച്ചു. പലരും തെറ്റായ വഴി പറഞ്ഞത് കാരണം ഞങ്ങൾക്കൊരു 10-12 കിലോമീറ്റർ പളനിയിൽ തന്നെ ചുറ്റിക്കറങ്ങേണ്ടതായിട്ട് വന്നു. ആശ്രമത്തിലെ ആളിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അങ്ങനെ ലാസ്റ്റിൽ അദ്ദേഹം ഫോൺ എടുത്ത് ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഈ ആശ്രമത്തിലെത്തുന്നത്. അപ്പോൾ ഈ ആശ്രമത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പളനി വരുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക.